സഖാവ് മുകുന്ദൻ. പോലീസിൽ നിന്നും മുകുന്ദന് കിട്ടുന്ന കന്നിമർദ്ദനമല്ല ഇത്. ചെമ്മണ്ണൂർ ഗ്രാമത്തിൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം മുകുന്ദൻ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ നിരവധിയാണ്. അതെല്ലാം തന്നെ ചെറുതും വലുതുമായ മർദ്ദനങ്ങളിലാണ് അവസാനിച്ചിട്ടുള്ളത്. മുകുന്ദന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ സമരമുഖങ്ങളിലും മുകുന്ദൻ എന്ന കുട്ടി നേതാവ് നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. വളർന്നപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും മുകുന്ദൻ സ്നേഹിക്കാൻ തുടങ്ങി. ഫിഡൽ കാസ്ട്രോയാണ് ആരാധ്യ നേതാവ്. ക്യൂബ മാതൃരാജ്യം പോലെയാണ്. അതുകൊണ്ട് കിട്ടിയ ഓമന പേരാണ് ക്യൂബ മുകുന്ദൻ. ഫാക്ടറിക്ക് മുമ്പിൽ ധർണ നടത്തിയ സഖാക്കളെ പോലീസ് മർദ്ദിച്ചു. ഇവിടെ വിവരം കിട്ടി രാവണി മാഷേ. 5-10 സഖാക്കൾക്ക് നല്ല പരിക്കുണ്ടെന്നാ കേട്ടത്. മുകുന്ദനൊക്കെ ആസ്പത്രിയിലാ. അതും ഞാൻ അറിഞ്ഞു. ധർണയുടെ നേതൃത്വം അവനായതുകൊണ്ട് പോലീസ് കൂടുതൽ ശ്രദ്ധയോടെ അവനെ തല്ലിക്കാണും. എനിക്ക് അവനെ കുറിച്ച് അഭിമാനമേ ഉള്ളൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടാണല്ലോ മർദ്ദനമേറ്റ് ആശുപത്രിയിലായത്. മാഷ് ഇരിക്കെ. ജോർജേ, എന്താ മാഷൊരു ചായ. ഇരിക്കെ. ഇത് മുകുന്ദന്റെ അച്ഛൻ സൊസൈറ്റി ഗോപാലൻ, നാട്ടുകാരുടെ ഗോപാലട്ടൻ. ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന വിപ്ലവകാരി. ചെമ്മണ്ണൂരിൽ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് ഗോപാലട്ടനായിരുന്നു. പാർട്ടി ചാനലിന് പരസ്യം പിടിക്കാൻ പോയതുകൊണ്ട് ധർണയ്ക്ക് എത്താൻ പറ്റിയില്ല. മൂന്ത എന്നും ഇങ്ങനെ അടിയും പിടിയും ഉണ്ടാക്കി നടന്നിട്ട് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഇന്നാട്ടിലെ ജനങ്ങൾക്കും പാർട്ടിക്കും മുകുന്ദന്റെ ജീവനോടെ ഇനിയും വേണം. അതുകൊണ്ട് ഇത് ആവർത്തിച്ചുകൂടാ. അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാൻ? ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഞങ്ങളെ തല്ലിച്ചവന്റെ ഫാക്ടറി ഞങ്ങൾ തീയിട്ട് ചുട്ട് കരിക്കും. അതൊന്നും പ്രായോഗികമായ മാർഗമല്ലാൻ പറ. കുഞ്ഞുണ്ണി മുതലാളി ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് നാണക്കേടുണ്ടാകാത്ത വിധം ഒരു അമിക്കബിൾ സൊല്യൂഷൻ എത്രയും വേഗം ഉണ്ടാക്കണം. നമ്മൾ കൂട്ടായിട്ടെടുത്ത തീരുമാനമല്ലേ? എന്നിട്ട് ഇപ്പോഴെന്താ ഒരു കോംപ്രമൈസിന്റെ ഭാഷ? പാർട്ടി സഖാക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ ഇത്തിരി വിഷമമുണ്ട്. കഴിയുമെങ്കിൽ സമാധാനപരമായി തീർക്കാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ നമ്മൾ അയാളെ കാണുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തു പറയുന്നു? ഇറങ്ങട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വരണം വരണം. ഞാൻ വന്നിട്ട് 1 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇരിക്കെ. മുകുന്ദൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഫാക്ടറി പരിസരത്തുനിന്ന് സമരക്കാരെ മാറ്റണമെന്ന് മാത്രമേ ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പക്ഷെ അവന്മാരെ കയ്യേറ്റം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. മാറാൻ തയ്യാറല്ലാത്തവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവും, പോലീസ് മർദ്ദിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും കുഞ്ഞുണ്ണി മുതലാളിക്ക് ഇല്ല അല്ലേ? ഓട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മൂന്ത. സഖാവിന് തല്ല് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ വന്നത് കോംപ്രമൈസ് ചർച്ചയ്ക്കൊന്നുമല്ല, നിലപാട് നേരിട്ട് വ്യക്തമാക്കി തരാനാണ്. ഫാക്ടറിയുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കിണറുകളിലെ വെള്ളം മലിനമാണ്. മാലിന്യ സംസ്കരണ സംവിധാനമില്ലാതെ ഒരു ദിവസം പോലും ഫാക്ടറി പ്രവർത്തിക്കില്ല. അത് ഞാൻ ചെയ്യാവുന്ന സമ്മതിച്ചല്ലോ. പക്ഷെ സമയമെടുക്കും. അതുവരെ ഫാക്ടറി പൂട്ടിയിട്ടാൽ വരുന്ന നഷ്ടം. ഒരു കാര്യം ചെയ്യാം. മുകുന്ദൻ നിർദ്ദേശിക്കുന്ന 10 പേർക്ക്, സഖാക്കൾ പലരും പണിയില്ലാതെ നടക്കാണല്ലോ, ഞാൻ ജോലി കൊടുക്കാം. പാർട്ടിക്ക് കൈക്കൂലി. മിസ്റ്റർ, ഒരു സാമൂഹ്യ വിപത്തിനെതിരെയാണ് ഈ സമരം, അല്ലാതെ തൊഴിലില്ലായ്മക്കെതിരെയല്ല. നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു നല്ല കാര്യമല്ലേ മൂന്ത? സഖാവ് അങ്ങനെ സംസാരിക്കരുത്. അതല്ല, ഞാൻ സമരം നമ്മൾ വിജയിപ്പിക്കും. പക്ഷേ ഇരുപക്ഷത്തും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ. അതിനാണല്ലോ കോംപ്രമൈസ് എന്ന് പറയുന്നത്. ധാരാളം മെമ്മോറാണ്ടങ്ങൾ സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. ഈ നാട്ടുകാരെ മാറാരോഗികളാക്കുന്ന ഒരു പരിപാടിയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കോംപ്രമൈസ് ഒന്നേ ഉള്ളൂ. എത്രയും വേഗം മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക. അതുവരെ ഫാക്ടറി അടച്ചിടുക. കാണാം. അച്ഛാ, ഞാൻ ഇറങ്ങാണ്. ഇത്രയും രാവിലെ എങ്ങോട്ടാ നീ? മേലുകാവിൽ ഇന്നാണല്ലോ വെട്ടിനിരത്തൽ. ഓ, എന്താണ് വെട്ടി നിരത്തുന്നത്? നെൽപ്പാടം നികത്തി വാഴ വെച്ചിരിക്കുകയാണല്ലോ അവിടെ. ആ വാഴ മുഴുവൻ ഞങ്ങൾ വെട്ടും. വാഴയും ഒരു കൃഷിയല്ലേ മുകുന്ന? ആയിരിക്കാം, പക്ഷെ വാഴക്കൊല കൊണ്ട് ചോറുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ദോശ, പുട്ട്, ഇഡ്ഡലി, ചോറ്, ചുരുക്കത്തിൽ മലയാളിയുടെ അടിസ്ഥാന ആഹാരത്തിന് അരി തന്നെ വേണം. നെൽപ്പാടം നികത്തിയാൽ അരിക്ക് ഇവിടെ പോകും. ആന്ധ്രാക്കാരന്റെ അരി ലോറി വരുന്നതും കാത്ത് മലയാളി വായും പൊടിച്ചിങ്ങനെ ഇരിക്കണം എന്നാണോ അച്ഛൻ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എങ്കിൽ ആ വിഷയം വിട്ടേക്കൂ. വെട്ടിനിരത്തിൽ പാർട്ടി നയമാണ്, നടപ്പിലാക്കിയേ പറ്റൂ.
അല്ല മൂന്ന ആ EP ഗോപി അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നല്ലോ, അവനെ സസ്പെൻഡ് ചെയ്തെന്ന് കേട്ടു. അച്ഛനപ്പോ സംഭവം അറിഞ്ഞില്ലേ? ഇല്ല. വെറുതെ സസ്പെൻഡ് ചെയ്തതല്ല, അവൻ മദ്യപിക്കുന്നുണ്ട് രഹസ്യമായി എന്ന് പാർട്ടിക്ക് റിപ്പോർട്ട് കിട്ടി. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു പാർട്ടി പ്രവർത്തകൻ അങ്ങനെ ചെയ്താൽ സസ്പെൻഷൻ അല്ല, ചിലപ്പോൾ ഡിസ്മിസ് ചെയ്തൊന്നും വരും. അങ്ങനെ നോക്കിയാൽ ഒരുപാട് പേരെ ഡിസ്മിസ് ചെയ്യേണ്ടി വരുമല്ലോ. ഒരുപാട് പേര് മദ്യപിച്ചാൽ ഒരുപാട് പേരെ ഡിസ്മിസ് ചെയ്യും. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ വോഡ്ക കുടിക്കാത്ത നേതാക്കന്മാർ അപൂർവമായിരുന്നു. അങ്ങനെ വോഡ്ക കുടിച്ചാണല്ലോ റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നത്. അച്ഛൻ ഒന്ന് ഓർക്കണം, പാർട്ടി പിളർപ്പിന് ശേഷം, അതായത് 1964 ശേഷം നമ്മൾ റഷ്യ അംഗീകരിക്കാറില്ലല്ലോ. 64 മുമ്പ് വോഡ്ക കുടിച്ചിരുന്ന നേതാക്കന്മാരെ നമ്മൾ അംഗീകരിച്ചിരുന്നു. അത് പിന്നെ പാർട്ടിക്ക് തെറ്റ് പറ്റിയതാണ്. തെറ്റ് പറ്റിയാൽ 30 40 വർഷം കഴിഞ്ഞാലും പാർട്ടി അത് തിരുത്താറുണ്ടല്ലോ. അത് ശരിയാ. അങ്ങനെ വരുമ്പോ ഇന്നത്തെ വാഴവെട്ട് തെറ്റായി പോയി എന്ന് കുറെ കാലം കഴിഞ്ഞ് ബോധ്യപ്പെട്ടാൽ ഇപ്പോ വെട്ടിയവർ തന്നെ കാണുമോ പകരം വാഴ വെച്ചു കൊടുക്കാൻ? ഈ വോഡ്ക വാഴവെട്ട് ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. അച്ഛനെ പോലുള്ള സംശയാലുക്കളുടെ എണ്ണം പാർട്ടിയിൽ വർദ്ധിച്ചു വരികയാണ്. ചിലപ്പോ പ്രായത്തിൻ്റെതാകാം. അച്ഛാ, പാർട്ടി നയങ്ങളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. നല്ല കാര്യം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ചിലപ്പോ പാർട്ടി വിരുദ്ധം പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്യും. അല്ലെങ്കിലും പാർട്ടി കാര്യത്തിൽ അച്ഛനും മകനും ഒന്നും ഇല്ലല്ലോ. അതറിയാം. എന്താണെന്ന് അറിയില്ല, നിന്നോട് മുമ്പ് ഒരിക്കലും പറയാൻ തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ പറയണം തോന്നുക. പ്രായം കടന്നുപോയി എന്നറിയാം, എന്നാലും നീ ഒരു കല്യാണം കഴിക്കണം. കല്യാണം അത് വേണ്ടച്ച, ശരിയാവില്ല. ഞാനും ഈ വിഷയം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് അടിയുറച്ച ഒരു പാർട്ടി പ്രവർത്തകയെ തന്നെ കല്യാണം കഴിച്ചാലും ഭാര്യയായി കഴിഞ്ഞാൽ അവൾ ഒരു സാധാരണ മലയാളി പെണ്ണായി മാറും. വീടും ഭർത്താവും കുട്ടികളും കുടുംബമായിട്ട് അവളങ്ങ് ഒതുങ്ങും. ആ ചട്ടക്കൂടിന് പോറലേറ്റാൽ ഭർത്താവിനെ തന്നെ അവൾ ആക്രമിക്കാൻ തുടങ്ങും. അത്രയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടുകളെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ളൂ. വല്ല ചൈനയിലോ ക്യൂബയിലോ ഒക്കെ ആണെങ്കിൽ എന്താണ് അവിടുത്തെ സ്ത്രീകളുടെ രാഷ്ട്രീയ ബോധം? അവിടം വരെ പോയി കല്യാണം കഴിക്കുക അത്ര എളുപ്പമല്ല മുകുന്ദ. ഞാൻ കാര്യമായിട്ട് പറയുക, ഞാൻ എത്ര കാലം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അത് എന്റെ കാര്യം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. ഈ പോലീസുകാർ തല്ലിക്കൊല്ലുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. അച്ഛാ, പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം ഒരു തടസ്സമാണ്. അതൊന്നും നീ പറയണ്ട. പാർട്ടി സമിതികൾ അത്ര ഉണ്ടാക്കിയ മാർക്സ് കല്യാണം കഴിച്ചിരുന്നല്ലോ. അതിൽ അദ്ദേഹം പിന്നീട് ഖേദിച്ചിരുന്നതായി എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഞാനത് എവിടെയോ വായിച്ചില്ല. ഇനിയിപ്പോ അത് ശരിയാണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ നീ ഒരു കല്യാണം കഴിക്ക്, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ഖേദിച്ചോ. മുകുന്ദ, അബ്ബാസോ, നീ എപ്പോഴാ ദുബായിന്ന് വന്നേ? ഞാൻ ഇന്നലെ എത്തി. ഇന്നലെ എത്തിയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നോ? 1-2 ലെറ്റേഴ്സ് കൊടുക്കണ്ടായിരുന്നു. യൂത്ത് ഫെഡറേഷന്റെ വാർഷികം കണക്കാക്കി ലീവ് എടുത്തതാ. ഇപ്രാവശ്യം ഉഷാറാക്കണം. അതിന് കാശ് എത്ര ചെലവ് വന്നാലും എന്റെ വക. അങ്ങനെ ബൂർഷാ ദുബായിക്കാരന്റെ കാശ് കൊണ്ട് വാർഷികം നടത്തേണ്ട ഗതികേടൊന്നും പാർട്ടിക്ക് വന്നിട്ടില്ല. അതെന്താ മുകുന്ദ നീ അങ്ങനെ പറഞ്ഞത്? കടം മൂത്ത് ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ നാട് വിട്ടത്. ദുബായിലാണെങ്കിലും ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയല്ലേ ഞാനും. നീ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ നീരാക്കുന്ന ചോര ചെമ്മണ്ണൂരിലല്ലേ നീ നീരാക്കേണ്ടത്? എവിടെ പണിയെടുത്താലും തൊഴിലാളിക്ക് അവന്റെ കൂലി കിട്ടിയാ പോരെ? ഞാൻ ഇവിടെ നീരാക്കുന്ന അതേ ചോര ദുബായിൽ നീരാക്കുമ്പോ ഉറുപ്പിയേക്ക് 12 ഇരട്ടി വെച്ച് കിട്ടും. അത് ഞാൻ അവിടെ കുഴിച്ചു മൂടാതെ മാസം ഇങ്ങോട്ട് അയക്കണുണ്ടല്ലോ. അതുകൊണ്ട് കാര്യമായില്ല. നീ എന്തിനാ പോകുന്ന അബ്ബാസിന്റെ മെക്കത്ത് കയറുന്നേ? അവൻ ദുബായി പോയെന്ന് വെച്ച് ബൂർഷയൊന്നും ആവില്ലല്ലോ. ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിച്ചതല്ലേ. പഴയ വീര് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് രാമകൃഷ്ണ വക്കീൽ വിളിച്ചിരുന്നു. ഫാക്ടറി പൂട്ടാൻ സർക്കാർ ഉത്തരവായി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. പൂട്ടിച്ചേ പൂട്ടിച്ചേ ഫാക്ടറി ഞങ്ങൾ പൂട്ടിച്ചേ, പൂട്ടിച്ചേ പൂട്ടിച്ചേ. എന്താ പക്ഷേ? കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ കൃഷ്ണവാര്യർ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാനാണോ? കണ്ടോട്ടെ. അതല്ല, വേറെന്തോ കാര്യം പറയാനാ. അച്ഛൻ എങ്ങനെയുണ്ട്? അതേ അവസ്ഥ തന്നെ. എന്താ വരേ? അല്ല, ഈ സമയത്ത് ഞാനിതിവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൊസൈറ്റിയും ബാങ്കും ഒക്കെ പാർട്ടിയുടെ ആണെങ്കിലും ബാങ്കിലെ മാനേജർ എന്ന നിലക്ക് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇടയ്ക്കെപ്പോഴെങ്കിലും ബോധം തെളിഞ്ഞപ്പോ മറ്റേ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത് കാര്യം? നെല്ല് സംഭരിച്ച് അരിമില്ല് തുടങ്ങാൻ വെച്ച ഫണ്ടിൽ നിന്ന് എടുത്ത കാശാണല്ലോ. ആര് കാശെടുത്തു?
സൊസൈറ്റിയുടെ എന്തോ അത്യാവശ്യത്തിന് ഗോപാലേട്ടൻ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്തിരുന്നല്ലോ. സൊസൈറ്റിയുടെ അത്യാവശ്യത്തിനോ? അങ്ങനെ ഒരു കാശിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇന്നലെ വരെയുള്ള കണക്കുകളൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. അതെനിക്കറിയില്ല. ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിന് ബാങ്കിൽ തെളിവുണ്ട്. സൊസൈറ്റിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഗോപാലേട്ടനെ പണം എന്ത് ചെയ്തു? മുകുന്ദനോട് ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഇതൊരു പുലിവാലമല്ലോ. അപ്രതീക്ഷിതമായ ഒരാഘാതമായിരുന്നു പാർട്ടിക്കത്. ആദർശവാനായ സൊസൈറ്റി ഗോപാലൻ ഈ തുക എന്തു ചെയ്തു? ചർച്ചകളും അന്വേഷണങ്ങളും നടന്നു. ഒടുവിൽ ഗോപാലനെതിരെ കടുത്ത നടപടികളെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണിത്. ആരാണ് ഈ സൊസൈറ്റി ഗോപാലേട്ടൻ? ജന്മിത്വം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി നിർഭയം പോരാടിയ മനുഷ്യൻ. സത്യത്തിൽ ഈ ചെമ്മണ്ണൂരിലെ പാർട്ടി സ്ഥാപകൻ. സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി കർഷക സമരങ്ങളിലൂടെ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ ആ മനുഷ്യനെ അതേ പാർട്ടി തന്നെ ഇപ്പൊ പുറത്താക്കുമെന്ന് വെച്ചാൽ? അതും ഗോപാലൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ. പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ആ തുക സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ സൊസൈറ്റി ഗോപാലൻ ആ തുക ദുരുപയോഗം ചെയ്തു എന്നല്ലേ അർത്ഥം? പിന്നെന്തിന് നമ്മള് അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കണം? ഗോപാലേട്ടന് വേണ്ടി ഈ തുക മറ്റാരെങ്കിലും ബാങ്കിൽ അടച്ചാൽ ഈ പുറത്താക്കൽ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ലേ? സമുന്നതനായ ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും? പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുകയുള്ളൂ. തെറ്റാര് ചെയ്താലും പാർട്ടി അയാളെ ശിക്ഷിക്കും എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടുക. ബാങ്കിലെ തുക ആരടയ്ക്കുന്ന പറയണത്? പുറത്താക്കൽ നടപടി നിർത്തിവെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ? ചിലപ്പോ കുഞ്ഞുണ്ണി മുതലാളി സഹായിച്ചാൽ. പക്ഷേ ഫാക്ടറി പ്രശ്നത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊരു കാരണവശാലും നടക്കില്ല. സെക്രട്ടറി എന്ന നിലയിൽ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. അദ്ദേഹത്തിന്റെ മകനെന്ന നിലയ്ക്ക് ആ കടബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തുകയാണോ മൂന്നത്? ഏറ്റെടുത്തല്ലേ പറ്റൂ. പക്ഷെ കടം വീട്ടുന്നത് വരെ പാർട്ടി എനിക്ക് ലീവ് അനുവദിക്കണം. ബാങ്കിൽ നിന്ന് ഒരു സാവകാശം വാങ്ങി തരികയും വേണം. അങ്ങനെയാണെങ്കിൽ ഗോപാലൻ എന്തിനു പുറത്താക്കണം? ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഗോപാലൻ ഇവിടെ ആർക്കും അറിയില്ല. പുറത്താക്കാൻ നടപടി അംഗീകരിക്കാൻ എനിക്കാവില്ല. അത് രാമണ്ണി മാഷിന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് പാർട്ടിയുടെ തീരുമാനം. ദിവാര, പ്രമേയം വായിക്ക്. സഖാക്കളെ, പാർട്ടി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം സഖാവ് സൊസൈറ്റി ഗോപാലൻ എന്ന ചിറ്റയെഴുത്ത് ഗോപാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ. ഗോപാലേട്ടൻ പോയി. നിങ്ങളുടെ പാർട്ടിക്ക് CID പണയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ടാ ഫോണിൽ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഗോപാലേട്ടന്റെ ശവസംസ്കാര ചടങ്ങിന് പോയിരുന്നു. ഒരർത്ഥത്തിൽ ഗോപാലേട്ടന്റെ അസുഖവും തുടർന്നുണ്ടായ മരണമാണല്ലോ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയത്. പറയേ, എങ്ങനെയാ നിങ്ങളത് ഒപ്പിച്ചത്? സൊസൈറ്റിക്ക് വേണ്ടി ഒരു എമൗണ്ട് ലോൺ എടുത്തപ്പോ ഗോപാലേട്ടൻ ഒപ്പിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് സെക്യൂരിറ്റി എന്ന നിലക്ക് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അതിലൊരു 20 ലക്ഷം രൂപ എഴുതി പണം ഡ്രോ ചെയ്തു. കണ്ടുപിടിച്ച അകത്താവുന്ന കേസാ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈവിടില്ല എന്നുള്ള. കൊള്ളാം. എന്നെ കടിച്ചു കൊല്ലാൻ നോക്കിയ കരിമൂർക്കന്റെ പത്തി ചതച്ചരച്ച് ചമ്മന്തിയാക്കിയ തന്നെ കൈവിടാനോ? അപ്പൊ ഇനി എന്താ പരിപാടി? കരുതലോടെ നീങ്ങണം. ചിലതൊക്കെ മനസ്സിലുണ്ട്. ഒക്കെ ഞാൻ അപ്പൊ പറയിക്കാം. എനിക്ക് അടിയന്തരമായി തിരുവനന്തപുരത്ത്. ആരുടെ അടിയന്തരം? അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുക. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. എന്താ മുകുന്ദേട്ടാ ഇത്? ഇവിടെ തന്നെ ഒരേ ഇരിപ്പാണ്. വൈകുന്നേരം ജംഗ്ഷനിലോട്ട് വരാനിരുന്നതാണ്. നാളെ മുതൽ ചായക്കട തുറക്കണം. 2-3 ദിവസമായിട്ട് മുകുന്ദന്റെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചത്. ചില്ലറ ഭാരമാണോ തലയിലെടുത്ത് വെച്ചത്? 20 ലക്ഷത്തിന്റെ ബാധ്യതയല്ലേ? എത്ര കാലം പരിപ്പോടെയും ചായയും വിറ്റാലാ 20 ലക്ഷത്തിന്റെ കടം വീട്ടാൻ പറ്റുക? അത് പ്രായോഗികമാണോ? എനിക്ക് വേറൊരു പണി അറിയില്ലല്ലോ. അല്ലേ പിന്നെ കിളക്കാനോ തെങ്ങ് കയറാനോ പോണം. തെങ്ങ് കയറിയാൽ നല്ല തഴമ്പുണ്ടാവുന്നല്ലാതെ ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചു മുകുന്ദ. ജില്ലാ കമ്മിറ്റിക്കും മുകുന്ദന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുകുന്ദന് കടം കയറി നിക്കക്കളി ഇല്ലാതായാൽ പാർട്ടിക്കല്ലേ അതിന് ക്ഷീണം.
അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം? മുകുന്ദേട്ടൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ആ സമയം എന്ന് വെച്ചാ 2-3 കൊല്ലം ദുബായ് പോയി ജോലി ചെയ്തൂടെ? ഐസ് മിഠായി വിറ്റ് നടന്നിരുന്ന കുമാരൻ, കൂലിപ്പണിക്കാരൻ വാസു, ആശാരി ബാലൻ, അങ്ങനെ എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? എന്നെ ഒരു ലക്ഷപ്രഭുവാക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? ലക്ഷങ്ങളുടെ കടം വന്നാൽ അത് വീട്ടാൻ ലക്ഷങ്ങൾ തന്നെ വേണ്ടേ? മറ്റാരെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ അത് മുകുന്ദന് സമ്മതമല്ല. എന്തായാലും ചായക്കട നടത്തി ഈ കടം വീട്ടാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. ദുബായ് എന്ന് പറയുമ്പോ ഞാൻ വേണേ ക്യൂബയിലോ ചൈനയിലോ പോകാം. ക്യൂബയും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഒരു വിദേശിക്ക് ജോലി കൊടുക്കാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അഥവാ ജോലി കിട്ടിയാൽ തന്നെ നല്ല ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ക്യൂബയ്ക്കില്ല. ആര് പറഞ്ഞു? ഫീഡൽ കാസ്ട്രോ. മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശം. നല്ലതുപോലെ ചിന്തിച്ചിട്ടാ മുകുന്ദേട്ടാ ഞങ്ങൾ പറയുന്നത്. കരുണേട്ടൻ അനന്തരവൻ സിദ്ധാർത്ഥൻ ദുബായിലുണ്ട്. അവൻ മുഖേന ഒരു വിസ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ജില്ലാ കമ്മിറ്റി പറയുന്നത് മുകുന്ദനെ പോലെയുള്ള ഒരു നേതാവിന്റെ ആവശ്യം ഇപ്പൊ ദുബായിലുണ്ടെന്ന. ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ. അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ സംഘടിതരല്ല. മുകുന്ദന് അവർക്കിടയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. മുകുന്ദനൊന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ദുബായിക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുക, അത്രേ മുകുന്ദൻ ചെയ്യേണ്ടതുള്ളൂ. ബസ് വരുന്നുണ്ട്. വിഷമിക്കണ്ട, ഇതൊരു സ്ഥലം മാറ്റായിട്ട് കരുതിയാൽ മതി. മാറാത്തതൊന്നേ ഉള്ളൂ മാറ്റം എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കടബാധ്യത തീർക്കാനാണെങ്കിലും അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനാണല്ലോ ഞാൻ പോകുന്നത്. ലാൽ സലാം. മുകുന്ദേട്ടൻ ആദ്യമായിട്ടില്ലേ ദുബായിലേക്ക് വരുന്നത്? അതെ, സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആകെയുള്ളൊരു ധൈര്യം. ഇവിടെ എങ്ങനെ പാർട്ടി പ്രവർത്തനമൊക്കെ നന്നായി നടക്കുന്നുണ്ടാവും അല്ലേ? സഖാവ് കരുണന്റെ അനന്തരവനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതില്ലെന്ന് അറിയാം. സിദ്ധാർത്ഥൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 4-5 കൊല്ലായി. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുകുന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെപ്പോലെ തൻ്റെ സഹജീവികളും തുല്യ നിലവാരത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ബൂർഷാ ശക്തികളെ ശക്തമായി ഉപരോധിക്കുക. അതൊക്കെ നോക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ഉണ്ടാവാം, എന്നാലും കുത്തക മുതലാളിമാർ ഇവിടെ വളരെ കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ചൈനയിലോ ക്യൂബയിലോ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എങ്കിൽ നന്നായനെ ക്യൂബ. എൻ്റെ മുകുന്ദേട്ട, ഈ ടണല് കണ്ടോ? ഇതിന് ഏകദേശം 1.5 കിലോമീറ്റർ നീളം വരും. ഇങ്ങനൊരു ടണല് മുകുന്ദേട്ടൻ പറഞ്ഞ ക്യൂബയിലുണ്ട്. ഇയാളെന്നെ കാല് പിടിപ്പിച്ച് അടങ്ങത്തുള്ളൂ. മുകുന്ദേട്ടാ,
ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അന്വേഷിക്കാത്ത സ്ഥലമില്ല. മുകുന്ദേട്ടൻ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെയാ. നീയല്ലേ എന്നെ ഗൾഫിലേക്ക് അയച്ചത്. ഇതും ഗൾഫാണ്, കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രം. ഇതൊക്കെ പണം കായ്ക്കുന്ന മരങ്ങളാണ്. ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു. കരീമിനെ എങ്ങനെ? മുകുന്ദേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ. നിങ്ങൾ ഇറാഖിൽ പോയില്ലേ? വാ പറയാം. ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആര് മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് അറിയില്ല. അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു. എവിടെയൊക്കെയോ അലഞ്ഞു. വിശപ്പടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു. ചിലപ്പോൾ 2-3 ദിവസം പണിയും ഉണ്ടാവില്ല, ഭക്ഷണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ ഒരു അറബിയുടെ മജ്ലിസിൽ കിടക്കുകയാണ് ഞാൻ. അയാൾ എനിക്ക് ഭക്ഷണം തന്നു, കിടക്കാൻ ഇടം തന്നു. ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കി എടുക്കാമോ എന്നയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് രാവ് പകൽ അധ്വാനം തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ, കിണറുണ്ടാക്കിയതുപോലെ. ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് 3 വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത്. ഓരോ നിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്ന മുകുന്ദേട്ടനെ അതേ ചെമ്മണ്ണൂർ തന്നെ ചതിച്ചു. സൊസൈറ്റിയിലെ തിരുമറിയും ഗോപാലേട്ടൻ ഒപ്പിട്ട ചെക്കും ഒക്കെ ചതിയായിരുന്നു. ബാങ്ക് മാനേജറെ മുന്നിൽ നിർത്തി സഖാവ് കരണൻ അല്ല, മന്ത്രി കരണൻ കളിച്ച കളി. കരുണന് വ്യക്തമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. അതയാൾ നടപ്പിലാക്കി വിജയിച്ചു. ഇല്ലാത്ത ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് മുകുന്ദേട്ടൻ ഇത്രയും നാളും ഈ മരുഭൂമി കിടന്ന് നരകിച്ചത്. ഹലോ അൻവർ, അൻവർ, അവള് ഷുമിൻ. അന്ന് അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നറിഞ്ഞ് ചൈനയിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ചോദിക്കാനാ മുകുന്ദേട്ടനെ അന്വേഷിച്ച് അവള് കഫറ്റീരിയയിലേക്ക് വന്നത്. കുറിക്കാശ് അവളെ ഏൽപ്പിച്ച് ജബലലിയിൽ എവിടെ പോകാനുണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥൻ അന്ന് എന്നോട് പറഞ്ഞത്. ചൈനക്കാരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ട ശേഷം ജബലലിയിൽ അത്യാവശ്യമായി പോകണമെന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നപ്പോഴെങ്കിലും ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. മുകുന്ദേട്ടൻ അത്യാവശ്യമായി പുറത്തേക്ക് പോയതുകൊണ്ട് കാശ് താൻ തന്നെ കൊടുത്തോളാമെന്നും അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നും സിദ്ധാർത്ഥൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുകുന്ദേട്ടനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് ഷുമിൻ പറഞ്ഞപ്പോൾ ഫ്ലൈറ്റിന് സമയമായെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അവളെ എയർപോർട്ടിലേക്ക് അയച്ചു. 我想和母空丹说谢谢。不用不用，我会跟他说的。taxi，滚！
快点，回手吧。拜拜，拜。ആദ്യ അമ്മാവൻ, പിന്നെ അനന്തരവൻ. സാരമില്ല, നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. തെറ്റെൻ്റെയാണ്, വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുകുന്ദേട്ടൻ എങ്ങനെ പ്രതികരിക്കാന്നറിയാത്തോണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. മായ,对不起，我什么都不知道。മുകുന്ദേട്ടൻ വിചാരിക്കണ പോലെ ഇവള് കമ്മ്യൂണിസ്റ്റുകാരിയൊന്നും അല്ല. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന് പോലീസുകാരെ പിടിച്ച് തല്ലി ചതച്ചു ഇവളുടെ ബോയ്ഫ്രണ്ടിനെ. ശരീരം തളർന്നു കിടക്കണ അയാളെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കാനാ ഇവള് ദുബായിലെത്തിയത്. ഇപ്പോ കമ്മ്യൂണിസം എന്ന് കേട്ടാലേ ഇവൾക്ക് കലിയാ. സഖാവ് കൃഷ്ണപിള്ള EMS ഒക്കെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന് പറഞ്ഞിട്ടിപ്പോ ചൈനീസ് ഭാഷ അറിയാവുന്നതിന്റെ ബലത്തില് ആ സിദ്ധാർത്ഥം പറഞ്ഞ് ഫലിപ്പിച്ചായിരിക്കും ഇതെല്ലാം, അല്ലേ? അവന്മാരൊക്കെ ഇപ്പൊ കരീമിന്റെ ഹോട്ടലിലുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മന്ത്രികരണന്റെ ഗൾഫ് സന്ദർശനം. പ്രശ്നങ്ങൾ പഠിക്കാനൊന്നുമില്ല, ഗൾഫ് മലയാളികളുടെ ഒരു പ്രധാന അസുഖമാണല്ലോ ഇടക്കിടക്ക് പ്രവാസി പുരസ്കാരം എന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് പൊന്നില്ലാത്ത പൊന്നാടാ നീക്കലി. അതിനാ അയാൾ വരുന്നത്. അതെ, നാളെ ദേരയിലൊരു പ്രവാസി പുരസ്കാരത്തിന് ഞാൻ ആങ്കർ. നാളെ എത്ര മണിക്ക്? അങ്ങനെ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ ഒന്നാമനായി മാറി ഈ നാടിന്റെയും സ്വന്തം നാടിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ കുഞ്ഞുണ്ണിയെ ആദരിക്കാനുള്ള ഈ ചടങ്ങിൽ അതിഥിയായി എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. കാര്യങ്ങളൊക്കെ അൻവർ പറഞ്ഞു. ഈ ഒളിച്ചോട്ട് എന്തിനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. മുകുന്ദ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പോട്ടെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹാളിൽ മന്ത്രി കർണന്റെ പ്രസംഗം നടക്കുക. തൊരപ്പം കുഞ്ഞുണ്ണിക്ക് പൊന്നാട. അടുത്തതായി മലയാളികളുടെ അഭിമാനമായ ശ്രീ കുഞ്ഞുണ്ണിക്ക് പ്രവാസി രത്ന പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങാണ്. അതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കരുണനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കുഞ്ഞുണ്ണിയെയും ക്ഷണിക്കുന്നു. പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ഈ ഊഷരമായ മരുഭൂമിയാണ് എന്നിലെ ബിസിനസ്സുകാരനെ വളർത്തിയത്, എന്നിലെ സാമൂഹ്യ പ്രവർത്തകനെ പ്രോത്സാഹിപ്പിച്ചത്. നിങ്ങളുടെ ഈ പ്രോത്സാഹനം എൻ്റെ കരളിനെ കുളിരണിയിക്കുന്നു. നന്ദി, ഒരായിരം നന്ദി. മലയാളിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് കവിത വരുന്നു. മലയാള മക്കളിൻ വാത്സല്യം നുകരുമ്പോൾ മറക്കുന്നു ഞാൻ ഒട്ടകത്തിൻ ചവിട്ടും കള്ളിമുള്ളിനാലേറ്റ കീറലിൽ നീറ്റലും. പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. എൻ്റെ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്.
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സംഗീത പ്രേമികളും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങി ഈ പാവപ്പെട്ട കലാകാരനെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പുതിയ ആൽബത്തിൻ്റെ പേര് പ്രണയ കല്ലോലിനി. നന്ദി, നമസ്കാരം. മുകുന്ദേട്ടാ, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വന്ന മന്ത്രിസഖാവ് കരീമിന്റെ ഹോട്ടലുകാരെ നടത്തുന്ന ഡെസേർട്ട് ക്യാമ്പ് ഇന്ന് രാത്രിയിലേക്ക് ബുക്ക് ചെയ്തിരിക്കുക. 500 പേർക്കുള്ള ക്യാമ്പ് കുഞ്ഞുണ്ണു മുതലാളും മന്ത്രി കരുണനും ചേർന്ന് വെറും 25 ഗസ്റ്റുകൾക്കായിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാ ബാക്കി 475 രൂപയുടെ കാശ് ചുമ്മാ കൊടുക്കുന്നു നടത്താം. ഏതോ വലിയ ഇരയെ പിടിക്കാനല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഹോട്ടലിൽ ഞങ്ങൾ വാച്ച് ചെയ്തപ്പോ വിദേശികളടക്കമുള്ള വമ്പൻ സ്രാവുകളാണ് സഖാവ് കരുണന്റെ വിസിറ്റേഴ്സ്. നമ്മുടെ പാർട്ടിക്ക് ഗൾഫിൽ നല്ല വളർച്ചയാണ് മൂന്നേട്ടാ. ഏതായാലും ഞങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുക. മൂന്നാട്ട് വന്നേ, പറയാം. ഗുഡ് ഈവനിങ്. പിന്നെ വിളിക്കേ പ്ലീസ്. Thank you. മാഡം, Thank you so much. പ്ലീസ്. ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയെ കൺവിൻസ് ചെയ്യിക്കണം, പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കണം, പിന്നെ ഇങ്ങനെ ഒരു റയർ മെറ്റീരിയലിന്റെ ഡീലിംഗ് ആവുമ്പോ പൊതുജനങ്ങളെയും പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റിസ്ക് ആണ് എടുക്കുന്നത്. പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് കരുതിയാണോ ഈ ഡീലിൽ ഇറങ്ങി പുറപ്പെട്ടത്? ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തുറപ്പിച്ചാൽ തന്നെ ഈ സായിപ്പ് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നുള്ളതിന് എന്തോ ഉറപ്പ്? കാരണം ഞാൻ അതൊക്കെ ഈ സായിപ്പോട്ട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. നിങ്ങൾ പേടിക്കാതിരി, പ്രതിപക്ഷത്ത് ഞങ്ങളൊക്കെ തന്നെയല്ലേ. തുടക്കത്തിൽ ഞങ്ങൾ കുറെ ഒച്ചമ്പോളൊക്കെ ഉണ്ടാക്കും. ആ തീ കിടത്തുന്ന കാര്യം നമ്മളേറ്റു. Be careful. You know where to keep it, right? Okay, Adu. Any problem? Hey, there is no problem. On the whole, he is taking a big risk. So the understanding between us is very important. Everything should be prompt and perfect. We discussed it and decided everything is all right. Yeah. Yes, I know. But this problem... പറഞ്ഞത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സായിപ്പ് കൊണ്ടുവന്ന കാശ് വാങ്ങി വെച്ചിട്ട് കൈ കൊടുക്കാറണ. ഡീൽ സൈൻ ചെയ്യാൻ സായിപ്പിനെ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഡേറ്റ് നാട്ടിൽ ചെന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി. പ്ലീസ് ഗിവ് ഇറ്റ് മാഡം. Okay. Here you go. Thank you. Thank you, madam. Everything success. സിദ്ധാർത്ഥ, എഴുന്നേൽക്കടാ. ഇവിടെ ചായയും വെള്ളം തരാനൊന്നും ആരുമില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? കരിമുക്ക, ഇയാളിത് എവിടെ പോയി കിടക്കും? കരിമുക്ക, നമ്മൾ വന്ന വണ്ടികൾ കാണുന്നില്ലല്ലോ. എന്താ ജോലിക്കാരെ ആരെയും കാണുന്നില്ല. വന്ന വണ്ടികളും കാണുന്നില്ല. എന്താ കഥ? എന്റെ മൊബൈൽ ഫോണും കാണുന്നില്ല. സിദ്ധാർത്ഥ, ടൂർ ഓപ്പറേറ്റർ വിളിച്ച് 4 തെറി പറ. മരുഭൂമി കൊണ്ടുവന്നിട്ട് തമാശ കാണിക്കാ. അയ്യോ, എന്റെ മൊബൈൽ കാണുന്നില്ല. എന്റെ ഫോണും കാണുന്നില്ല. ആരുടെ ഫോണും കാണാല്ലോ എന്ന് പറഞ്ഞാൽ അതാരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ടല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ എല്ലാം ഏർപ്പാട് ചെയ്തത്? എന്നിട്ട് എന്നോട് ചോദിക്കുക. കരിമ, കരിമ, കരീം,
ഇങ്ങോട്ട് വരട്ടെ. Irresponsible idiots. മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? മുകുന്ദൻ, നീ എന്റെ പേര് മറന്നില്ല അല്ലേ? സന്തോഷം. മുകുന്ദനെ പറ്റി ഒരു വിവരമില്ലായിരുന്നല്ലോ. അന്വേഷിച്ചപ്പോ ഇറാഖിലോ മറ്റോ? ഏയ് ഇല്ല. സഖാവ് കരുണൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച സ്ഥലം വിട്ടിട്ട് ഞാൻ ഇവിടെ പോകാൻ. വാ, നമുക്ക് ആ തണലിൽ പോയിരുന്ന് സംസാരിക്കാം. എത്ര കാലമായി കണ്ടിട്ട്. വേണ്ട കരുണ, ഈ വെയിലും ഈ മണലും എനിക്ക് വളരെ പരിചയമായി കഴിഞ്ഞു. പാവപ്പെട്ട പ്രവർത്തകർ അടികൊണ്ട് ചോരതൊപ്പി ഉണ്ടാക്കി തന്ന പാർട്ടിയുടെ തണലിൽ സുഖിച്ച് ജീവിച്ച് ശീലിച്ച കരുണന് ഈ വെയിൽ താങ്ങാൻ ഇത്തിരി പ്രയാസമായിരിക്കുമെന്നറിയാം. മുകുന്ദൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ചെമ്മണ്ണൂർക്കാരെ ഓർമ്മയില്ലേ? ഇത് കരീം ഞങ്ങളെ കുറച്ച് സഹായിച്ചു. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല മുകുന്ദേട്ടാ, അടിച്ച് കൊല്ലുക വേണ്ട വഞ്ചകനെ. ജീവിതകാലം മുഴുവൻ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞു നടന്ന സൊസൈറ്റി ഗോപാലൻ എന്ന പാവം മനുഷ്യനെ, എന്റെ അച്ഛനെ എങ്ങനെ ചതിക്കാൻ തോന്നി കരുണ നിനക്ക്? നിനക്കിപ്പ കിട്ടിയ ഈ കൂട്ടുകാരുണ്ടല്ലോ, അവരോടൊപ്പം ചേർന്ന് നീ നിന്നെ വളർത്തിയ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങളെയും ചതിക്കുകയാണ്. അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛനോടും എന്നോടും ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റും. ചതിക്കപ്പെടുക എന്നുള്ളത് ഇപ്പൊ എനിക്കൊരു ശീലമായിരിക്കുന്നു. ഞാൻ എച്ചിൽ പാത്രം കഴുകിയുണ്ടാക്കിയ പണം നിന്റെ അനന്തരവൻ തട്ടിയെടുത്തു. അയ്യോ മുകുന്ദൻ എന്തായി പറയുന്നത്? ഞാൻ മിണ്ടരുത്. ഞാൻ അതും ക്ഷമിക്കുമായിരുന്നു. പക്ഷേ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കുറ്റവാളിയാക്കിയതിന് ഈ നാട്ടിലുള്ള ശിക്ഷ നീ അനുഭവിക്കണം. പുറത്ത് പോലീസ് നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താണോ തന്റെ ഉദ്ദേശം? ഞങ്ങളെ വരട്ടാൻ മാത്രം താൻ വളർന്നെന്നാണോ വിചാരം? കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനിസ്റ്ററാണെന്ന് കരുണൻ. ഞങ്ങളും അത്ര മോശക്കാരൊന്നും അല്ല, മനസ്സിലായിക്കോ? അറിയാം കുഞ്ഞുണ്ണി മുതലാളി, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, മിടുക്കന്മാരുമാണ്. ഭൂഷ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? കരുണ, സമരസഖാക്കളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഉപ്പാണ് നമ്മുടെ പാർട്ടി. ആ പാർട്ടിയുടെ നെഞ്ചത്ത് കസേരയിട്ടിരുന്നാണ് നീ ഇന്നലെ സായിപ്പിനോട് വിലപേശി കച്ചവടം ഉറപ്പിച്ചത്. ഇന്ന് ഉച്ച മുതൽ കേരളത്തിലെ TV ചാനലുകൾക്ക് ഉത്സവമായിരിക്കും. സായിപ്പിന്റെ മുഖവും ഡോറടക്കി വെച്ച പെട്ടിയും ക്യാമറയിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. ഉച്ചയാവുമ്പോ ഇവിടെ താമസിക്കുന്ന ഹോട്ടലിൽ എത്താൻ പറ്റിയ എല്ലാം TV-യിൽ നേരിട്ട് കണ്ട് ആസ്വദിക്കുകയാവാം. കരുണ, തിരിച്ചു ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ മുദ്രാവാക്യങ്ങളും ചെങ്കൊടികളും ഉണ്ടാവില്ല. നാട്ടുകാർ ചെരിപ്പുമാലയിട്ട് ചീഞ്ഞ മുട്ടയെറിഞ്ഞ് നിന്നെ വരവേൽക്കും. നിന്റെ സ്വാധീനമെന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘബലമാണ്. അതില്ലാതായാൽ നീ വെറും തോട്ടത്തിൽ പറമ്പിൽ കരുണൻ മാത്രം. അപ്പൊ തൽക്കാലം ഞങ്ങൾ പോവുക. ഈ മരുഭൂമിക്ക് ഒരു 19 കിലോമീറ്റർ നടന്നാ നിങ്ങൾ മെയിൻ റോഡിൽ എത്താതിരിക്കില്ല. സിദ്ധാർത്ഥനെ ഞങ്ങൾ കൊണ്ടുപോവാ, പോലീസിന് കൊടുക്കാൻ. അപ്പൊ കാണാൻ സഖാവേ. ലാൽ സലാം. ഇനി നടന്നു പോണം. ആ മൂന്തൻ ചച്ച പോയനാടിയന്തരം.
കുറച്ച് പണമാണ് കഴിഞ്ഞ 3 വർഷത്തെ എൻ്റെ സമ്പാദ്യം. നല്ല ചികിത്സ കിട്ടിയാൽ നിന്റെ സുഹൃത്ത് രക്ഷപ്പെടുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി പണമുണ്ടാക്കാനാണല്ലോ നീ ഇവിടെ വന്നത്. ചികിത്സയേക്കാൾ ഒരുപക്ഷെ നിന്റെ സാന്നിധ്യം അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. വേണ്ട, നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മനഃപൂർവ്വമില്ലെങ്കിലും ഞാനൊരു കാരണക്കാരിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്നോട് തോന്നിയ എനിക്ക് തിരിച്ചറിയാനാവാതെ പോയ സ്നേഹം അതും എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾക്ക് ആകെ ബാക്കിയുള്ള ഈ സമ്പാദ്യം എനിക്ക് എങ്ങനെ സ്വീകരിക്കാനാവും? ചെറുപ്പകാലം തൊട്ട് എന്റെ സ്വപ്ന രാജ്യമായിരുന്നു ചൈന. നിന്നെയാണോ നിന്നിലൂടെ ചൈനയെ തന്നെയാണോ ഞാൻ സ്നേഹിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഇല്ലാത്തൊരു കടബാധ്യത തീർക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പണമാണിത്. അതിനിപ്പോ പ്രസക്തി ഇല്ലാതായി. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കാൻ ആവശ്യമുള്ളതിൽ കൂടുതൽ പണം സൂക്ഷിക്കാൻ പാടില്ലെന്ന്. ബാക്കിയുള്ളത് കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്. ഇപ്പോ നിനക്കാണിത് ആവശ്യം. ഇത് വാങ്ങണം.我想我们可能不会再见面了，但是我会永远记得你的。ഇനി നമ്മൾ തമ്മിൽ കാണില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് അവള് പറഞ്ഞത്. ആ പണം ആവശ്യമില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് മൂന്നേട്ടം തീരുമാനിച്ചത്? ഒരസുഖം വന്ന തിരിച്ച് നാട്ടിലെത്തി മുന്നോട്ടുള്ള ജീവിതത്തിന് ഒന്നിനും പണം വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. എന്നെപ്പറ്റി എനിക്ക് ആശങ്കകളില്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തിനും പരിഹാരമുണ്ടെന്ന് ഇവിടുത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചു. പിന്നെ നാട്ടിലേക്ക് വരുന്ന കാര്യം, അധ്വാനത്തിന്റെ വിലയറിയാത്ത, ഒരു ചെറിയ വിഹിതം കിട്ടിയാൽ ഏത് കടുത്ത അഴിമതിയും കണ്ടില്ലെന്ന് നടിക്കുന്ന, കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് എന്നെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. അധ്വാനത്തിന്റെ വിലയറിയുന്ന, അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധമുള്ള, സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിക്കാൻ കഴിവുള്ള നേതാവിനെ ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ട്. ആരുടെയും നേതാവാകാൻ ഞാനിനി ഇല്ല അൻവറേ. ഇവിടുത്തെ കന്നുകാലികളുടെയും മരങ്ങളുടെയും ഒക്കെ ഇടയിൽ ഒരു വലിയ സമത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഇല്ല, മുകുന്ദേട്ടൻ അങ്ങനെ ഒളിച്ചോടാനാവില്ല. ചെമ്മണ്ണൂറുകാർക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മുകുന്ദേട്ടനുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അവസാനമില്ലാത്ത പോരാട്ടമാണെന്ന് മുകുന്ദേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. ഒഴിഞ്ഞു മാറാൻ മുകുന്ദേട്ടന് കഴിയുമോ? കൈകളിനി തളരില്ല, ഈ കാലുകളിനി പതറില്ല. ഉറച്ച മനസ്സോടെ ജീവിതാനുഭവങ്ങൾ കരുത്തേകിയ, ജീവിതം കൊണ്ട് മാതൃക കാട്ടാൻ കരുത്തുള്ള ക്യൂബ മുകുന്ദനെ പോലുള്ളവർ നയിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ വിപ്ലവത്തിന് സമയമായി.